ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു വഴുതനങ്ങ പൊള്ളിച്ചതാണ്. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അതിന് 4-5 വഴുതനങ്ങ എടുത്ത് അരിഞ്ഞ്, എന്ന് വെച്ചാൽ വലിപ്പത്തിലാണ് അരിഞ്ഞത്. അത് വെള്ളത്തിലിട്ട് അതിൻ്റെ കറ കളഞ്ഞതിന് ശേഷം എടുത്ത് ഏതായാലും 5-8 ഉള്ളിയുണ്ട്. ഉള്ളി മാറ്റി വെച്ച്, അതുപോലെ പച്ചമുളകും ഇതെല്ലാം ചെയ്ത്, മുളക് പൊടി, അതുപോലെ തന്നെ പെരുംജീരകമാണ് ഇതിന് കൂടുതൽ വേണ്ട. പെരുംജീരകം ഇത്തിരി കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് അരച്ച് ഈ 2ാം പാലിനകത്ത് ഈ മുളക് പൊടിയും ചേർത്ത് കലക്കി വഴുതനങ്ങയും ഇട്ട് കുറച്ച് നേരം വെക്കുക. അതിന് ശേഷം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ച് ഉള്ളി വഴന്നതിന് ശേഷം മാത്രം, നല്ലതായിട്ട് വഴുന്നതിന് ശേഷം മാത്രം നമ്മൾ വഴുതനങ്ങ ഇട്ട് വഴുതനങ്ങ കൂട്ടും ചേർത്ത് നല്ലപോലെ തിളപ്പിച്ച് ഒന്ന് കുറുകുന്ന പരുവാകുമ്പോൾ നമുക്ക് 1ാം പാലും ചേർത്ത് തിളപ്പിച്ച് നല്ലപോലെ പറ്റി കഴിയുമ്പോൾ നമുക്ക് 2 തണ്ട് വേപ്പിലയിട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നിർത്താവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. അതുപോലെ തന്നെ ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ശ്രമിച്ചു.